പഹൽഗാം തീവ്രവാദി ആക്രമണത്തെ അധികരിച്ച് ന്യൂസ് 18-ൽ നടന്ന ഒരു ചർച്ചയിൽ കോൺഗ്രസിൻ്റെ റോണി കെ ബേബി ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ സീസ് ഫയറിന് പോയത് എന്നായിരുന്നു. തന്നെയല്ല, നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് മുന്നിൽ മുട്ടിലഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് BJPയുടെ യുവരാജ് ഗോകുൽ കൊടുത്ത മറുപടി നമുക്ക് കേൾക്കാം. നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ നമ്മളെ മുട്ടിൽ എഴുതാമായിരുന്നോ എന്നൊരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇവിടെ പാകിസ്ഥാൻ സിംല എഗ്രിമെന്റിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും നമ്മൾ വി ആർ പാർട്ട് ഓഫ് ഇപ്പോഴും നമ്മൾ വി ആർ സ്റ്റിൽ പാർട്ട് ഓഫ് സിംല എഗ്രിമെന്റ് ആണ് 1971 എഗ്രിമെന്റ്. അതിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ തീർച്ചു നിന്ന ഒരു വിദേശ നയമുണ്ട്. കാരണം ഇപ്പോൾ പറയുന്നു ട്രംപ് അദ്ദേഹത്തിന് PR വർക്കിന്റെ ഭാഗമായി നടത്തിയ പ്രസ്താവനയാണെന്ന് പറഞ്ഞാൽ പോലും അത് ഈ സീസ് ഫയർ. പക്ഷെ നമ്മളാരും യുദ്ധം മുന്നോട്ട് പോകുവാനോ ഔപചാരികമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നാണ് റോണി കെ ബേബി പറയുന്നത്. അല്ല, ഈ റോണി കെ ബേബി ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കരുതിയിരുന്നത് അദ്ദേഹം കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നാണ് കരുതിയിരുന്നത്. മുട്ടിലഴഞ്ഞു എന്താണ് നിങ്ങൾ കുറച്ചുകൂടെ നിലവാരത്തോടു കൂടി കോൺഗ്രസ്സുകാർ ഈ വിഷയത്തെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാകാത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം, അതോ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ആർമിയും പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം? ഇന്ത്യയുടെ DGMO പറയുകയാണ്, എന്നെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വിളിച്ച ഞങ്ങളുടെ കാല് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്ന് ഇന്ത്യൻ ആർമി പറയുമ്പോൾ അതിനെ ഒന്നും വിശ്വാസമില്ല, നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നിങ്ങൾക്ക് ആർമിയെ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഗവൺമെന്റിനെ വിശ്വാസമില്ല, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വെറുതെ ആണോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹാത്യാപുരത്ത് നിന്ന് വിളിച്ചത് ഒബാമ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കരയും എന്ന് പറഞ്ഞത്? അപ്പൊ അതെന്തായിരുന്നു? മുട്ടിലെഴയലായിരുന്നോ അതോ ഉരുളലായിരുന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ മുട്ടിലെഴയാനും ഉരുളാനും ഒക്കെ പോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ് ആണ്, അല്ലാതെ പറയാൻ കഴിയോ? കാശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ നിർദ്ദേശം വന്നപ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർത്ത് നിന്നാണ് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗിന്റെ എതിർപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. മൻമോഹൻ സിംഗിന്റെ എതിർപ്പ് 2004 തൊട്ട് 2014 വരെ ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അടച്ച് വീട്ടിൽ കയറി ഇരുന്ന മൻമോഹൻ സിംഗിന്റെ എതിർപ്പുകളും മൻമോഹൻ സിംഗിന്റെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതൊന്നും വെറുതെ ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് കയറിയിട്ട് 5 സൈനികരുടെ തലയറുത്തോണ്ട് പോയപ്പോൾ മൻമോഹൻ സിംഗ് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അതാണ് അന്ന് മാത്രമാണ് മൻമോഹൻ സിംഗിന്റെ പണി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരെ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം പറഞ്ഞത് സോണിയാഗാന്ധി അല്ലല്ലോ, മൻമോഹൻ സിംഗിനെ അല്ലേ. അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ പറഞ്ഞ് ഞങ്ങൾ ആരും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പാരമ്പര്യമാണ് കോൺഗ്രസ്സുകാർക്ക് വരെ ഉള്ളത്. പിന്നെ നിങ്ങളുടെ കരച്ചിലുണ്ടായാലും ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യയുടെ പരമാധികാരമാണ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ 64 MP കത്തെഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ മുട്ടിലഴയാനും കരയാനും പോയ ആൾക്കാരുടെ പാരമ്പര്യമാണ് സാറെ കോൺഗ്രസിനുള്ളത്. നിങ്ങൾ വെറുതെ ഒരു കാര്യം ഞങ്ങളെ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കരുതേ. ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലിനെയും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെയും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സീസ് ഫയർ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണെന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ DGMO ഇവിടെ വിളിച്ചു, ഞങ്ങളോട് യാചിച്ചു. ഇന്ത്യൻ ആർമി പറഞ്ഞതാണ്, ഞങ്ങളോട് യാചിച്ചു. They begged before us. ഞങ്ങളോട് യാചിച്ചു. എന്തിനാണ്? സീസ് ഫയർ കൊണ്ടുവരണം, ഇനി ഇവിടെ വെടിനിർത്തൽ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ആർമിയുടെ DGMO ഇന്ത്യൻ ആർമിയുടെ DGMOയെ വിളിച്ച് ബെഗ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ സീസ് ഫയർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞു കഴിയുമ്പോഴും അങ്ങനെ അല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ ഈ നിലപാട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പെറ്റി പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ഈ തരത്തിലേക്ക് ഈ രാജ്യത്തിനെ തരം താഴ്ത്തരുത്. നിങ്ങൾക്ക് സ്ഥിരം പണിയാണ്. നിങ്ങൾ ഇന്ത്യയുടെ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് കത്തെഴുതുന്നതിൽ തുടങ്ങി ഈ നിമിഷം വരെയും നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ആർക്കെങ്കിലും ഒക്കെ കൊണ്ട് അടിയറവ് വയ്ക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ കുലം കുത്തികളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പണി, ഈ 5-ാം പത്തി പണി ഇന്ത്യക്കകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യരുത്.